ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അനേകജന്മസംപ്രാപ്ത കർമ്മേണ്ഡനവിദാഹിനേ ആത്മജ്ഞാനാഗ്നിദാനേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദാത്മികേ വിമലപൂർണശശാങ്കവക്രേ ഹാരാദിഭൂഷണ വിഭൂഷിതസുന്ദരാംഗി സന്താപഹാരാണി സുഭാഷിണി ബോധലീനി ദാസേ സദാമയി ദയാം കുരു ചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മ സഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുദേവ കഥാസാഗരം 6ാം ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഗുരുപ്പിറവി. 1855 ആണ്ടിലെ ആഗസ്റ്റ് മാസം മലയാളികൾക്ക് സുപരിചിതമായ കൊല്ലവർഷത്തിൻ്റെ കണക്കിൽ പറഞ്ഞാൽ 1031 ആണ്ടിലെ പൊന്നിൻ ചിങ്ങമാസം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. മഹാബലി തമ്പുരാന്റെ ഗതകാല സ്മരണകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന തിരുവോണനാൾ. ഓണക്കളികളും ഓണപ്പുടവയും ഓണസദ്യയുമൊക്കെയായി മലയാളക്കരയാകെ ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. ചെമ്പഴന്തിയിലെ കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന വയൽവാരത്തെ പാടനിലങ്ങളിൽ കുട്ടികൾ ആരവം മുഴക്കി പലതരം കളികളിൽ ഏർപ്പെട്ടിരുന്നു. മുതിർന്നവരിൽ ചിലർ മരക്കൊമ്പുകളിൽ കെട്ടിയിരുന്ന ആയമുള്ള ഊഞ്ഞാലുകളിൽ ഓണപ്പാട്ടും മൂളിക്കൊണ്ട് ആടുകയായിരുന്നു. തുമ്പയും തുമ്പികളുമൊക്കെ നിറഞ്ഞ ചെമ്പഴന്തിയിലെ ഗ്രാമവഴികളിലാകട്ടെ വിരുന്നുകാർ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. മാനത്ത് ദൈവം തമ്പുരാൻ പതിപ്പിച്ച വെച്ചിരിക്കുന്ന വെള്ളിത്തളിക പോലെ വെള്ളി വെളിച്ചം വിതറി നിൽക്കുകയായിരുന്നു പൂർണ്ണചന്ദ്രൻ. നിഴലും നിലാവും ചേർന്ന് ഒരു ചലച്ചിത്രകാവ്യം രചിക്കപ്പെട്ടതുപോലെ കിടക്കുകയായിരുന്ന മണയ്ക്കൽ ക്ഷേത്രാങ്കണത്തിൽ നാട്ടുകാരൊക്കെ ഒത്തുകൂടി രാവേറെ ചെല്ലും വരെ കഥയും കളിയും
കാര്യവും പങ്കുവെച്ച് ഇരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഓണബഹളങ്ങളിൽ ഒന്നും പെടാതെ നിൽക്കുകയായിരുന്നു വയൽവാരം വീട്. ആ ഭവനത്തിൽ രാവ് മുഴുവൻ വിളക്കെരിയുകയായിരുന്നു. കാരണം പൂർണ്ണ ഗർഭിണിയായിരുന്ന കുട്ടിയമ്മയുടെ പ്രസവ സമയം അടുത്തിരുന്നതിനാൽ മറ്റ് ആഘോഷങ്ങളിലേക്കൊന്നും അവിടെയുള്ളവരുടെ ശ്രദ്ധ പോയിരുന്നില്ല. തിരുവോണനാളും അവിട്ടം നാളും വിട ചൊല്ലി ചതയം നാൾ കടന്നു വന്നത് ഒരു ദൈവീക കൽപ്പനയുടെ മഹാവിളംബരവുമായിട്ടായിരുന്നു. വയൽവാരം വീട്ടിൽ താമസമാക്കിയിരുന്ന രാമൻ വൈദ്യരും കിഴക്കേ വിളയിൽ നിന്നെത്തിയ അനിയൻ കൃഷ്ണൻ വൈദ്യരും അന്ന് കൂടെ കൂടെ എന്തൊക്കെയോ മന്ത്രിക്കുകയും വയൽവാരത്തെ സൂതികാഗൃഹത്തെ ചുറ്റിപ്പറ്റി നിലകൊള്ളുകയും ചെയ്തു. ചാണകം മെഴുകി മിനുസമാക്കിയിരുന്ന ആ ഗൃഹത്തിലെ 3 മുറികളിലൊന്നിൽ പൂർണ്ണ ഗർഭിണിയായ കുട്ടിയമ്മയ്ക്കൊപ്പം പ്രസവ കാര്യങ്ങളിൽ സാമർഥ്യവും പരിചയവുമുള്ള പ്രായമായൊരു പതിച്ചിയും ഉണ്ടായിരുന്നു. കൂടാതെ എന്ത് സഹായത്തിനും തയ്യാറായി ബന്ധുക്കളായ ഏതാനും സ്ത്രീകളും ആ സൂതികാഗൃഹത്തിൻ്റെ മറ്റു മുറികളിലുണ്ടായിരുന്നു. ആ നേരത്ത് കൃഷ്ണൻ വൈദ്യർ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രജാലങ്ങളെ നോക്കി മുറ്റത്ത് നിന്ന് സ്വയം ചില ജ്യോതിഷ ഗണിതങ്ങൾ നടത്തുകയായിരുന്നു. അപ്പോൾ അടുത്തേക്ക് വന്ന മാടനാശാനെ കണ്ടിട്ട് വൈദ്യർ പറഞ്ഞു, അമ്മാവൻ അഥവാ കൊച്ചനാശാൻ, കുട്ടിക്ക് ജനിക്കുന്ന കടിഞ്ഞൂൽ സന്താനം ലോകക്ഷേമ തൽപരനായിരിക്കുമെന്ന് ഒരിക്കൽ പ്രവചിച്ചത് ഞാൻ ഈ നേരത്ത് ഓർക്കുകയായിരുന്നു. ഈ പുലർകാലം ആ പിറവിക്കുള്ള ഏറ്റവും ഉത്തമമായ നേരമാണെന്ന് തോന്നുന്നു. അത്രയും പറഞ്ഞപ്പോഴേക്കും സൂതികാഗൃഹത്തിനുള്ളിൽ നിന്നും സ്ത്രീകളുടെ ചില അടക്കം പറച്ചിലുകൾ അവരുടെ കാതുകളിലെത്തി. അവയ്ക്കൊന്നും വ്യക്തതയുണ്ടായിരുന്നില്ലെങ്കിലും ചിലതെല്ലാം അവർ ഊഹിച്ചെടുത്തു. അപ്പോഴേക്കും സൂതികാഗൃഹത്തിലുണ്ടായിരുന്ന സ്ത്രീകളുടെ കൂട്ടക്കുരവയിടൽ വയൽവാരത്തെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് അന്തരീക്ഷമാകെ പടർന്നു കയറി. അന്ന് ചിങ്ങം 14-ാം തീയതി ചതയം നക്ഷത്രമായിരുന്നു, അഥവാ ആഗസ്റ്റ് 28. മാടനാശാന്റെ പ്രിയപത്നി കുട്ടിയമ്മ ഒരാൺകുഞ്ഞിന് ജന്മം ഏകിയിരിക്കുന്നു എന്ന മംഗളകരമായ വൃത്താന്തത്തിന്റെ നാട്ടാചാരപ്രകാരമുള്ള അറിയിപ്പായിരുന്നു ആ കുരവയിടൽ. അതിൻ്റെ അലകൾ കേട്ട് വയൽവാരത്തെ പാടങ്ങൾക്കിരുപുറവുമുള്ള ഭവനങ്ങളിൽ വിളക്കുകൾ തെളിഞ്ഞു. കൊച്ചുവിളയിലെ മാടനാശാനും മുട്ടിയാട്ടെ കുട്ടിയമ്മയ്ക്കും ചതയം നക്ഷത്രത്തിൽ ഒരാൺകുഞ്ഞ് പിറന്നിരിക്കുന്നുവെന്ന മംഗളവാർത്ത ഗ്രഹിച്ച് അവരെല്ലാം സന്തോഷിച്ചു. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം 6-ാം ഭാഗം. ഗുരുപ്പിറവി. അവതരണം ശ്രീനാരായണ
ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.